ഹലോ ഗായ്സ്, യഥാർത്ഥത്തിൽ ഒരു വീട്ടിൽ നടക്കുന്ന കുറച്ച് സത്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അടുക്കളയിൽ നിന്ന് ഞങ്ങൾ ഇതാ മുടി ചീവുന്നു. പെട്ടെന്ന് എനിക്കൊരു പൂതി കയറി മുടി വെട്ടണമെന്ന്. അപ്പൊ ഇച്ചാൻ പറഞ്ഞു ഞാൻ വെട്ടിത്തരാന്ന് പറഞ്ഞു. ഇപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കർത്താവെ, എന്റെ മുടി എന്റെ പുറകിന്റെ അയ്യോ പകുതി വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിക്കേ, എല്ലാരും നോക്കിക്കേ, ഇത്രേ ഉള്ളൂ. അയ്യോ എന്തേ അടുക്കള നിന്ന് മുടി ചീവാൻ പാടില്ലെന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഭ്രാന്തികൾ തോന്നേ. ഞങ്ങൾ ചീപ്പ് പോലെ ചീവാതെ എടുത്ത് പെട്ടെന്ന് മുടി വെട്ടുമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ അയ്യോ എന്റെ കർത്താവേ, നമ്മളിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഭ്രാന്ത് കാണിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർ ഞങ്ങളുടെ യഥാർത്ഥ രൂപം കൂടെ കാണണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഭ്രാന്തുകള്. എന്നെടുക്കുവാ മുടിയെന്നുള്ള മുടിയോ? ദൈവമേ, എനിക്ക് അറിയത്തില്ല എന്റെ മുടി എന്തോരം ഉണ്ടായിരുന്നു. അയ്യോ പതുക്കെ ഞാൻ എന്താ മുടി ഒന്നുകൂടെ ചീവി. നിങ്ങളൊന്ന് നോക്കിയെന്തോ കർത്താവിന് എന്താവോ ഇതാരെങ്കിലും കാണുന്നുണ്ടോ എന്റെ കർത്താവെ? എനിക്കാണെങ്കിൽ എത്ര ലെങ്ത് ഉണ്ടെന്ന്. നമ്മളിതെല്ലാം വാക്യൂം ഒക്കെ ചെയ്ത് കഴിയും കേട്ടോ എന്റെ കർത്താവെ. എനിക്കറിയത്തില്ല. ഓക്കെ, ആ ഈ ഷോർട്ട് ആക്കല്ലോ കേട്ടോ. ഷേപ്പിംഗ് ഒന്നും വേണ്ട, നേരെ അങ്ങോട്ട് കട്ട് ചെയ്ത് വിട്ടാ മതി. കിട്ടിയൊരു അവസരം പുള്ളിക്കാരൻ മുതലാക്കുവാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം എന്റെ ഐബ്രോ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഐബ്രോ ഇല്ലാതെ ആക്കിയെടുത്ത മനുഷ്യനാണ്. കഴിഞ്ഞോ guys? I don't know what the end result will be. ഇതെന്തോ ഓരോ പ്രാവശ്യം നോക്കുമ്പോൾ മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ. കഴിഞ്ഞോ? മുടിയില്ല, മതി മതിന്ന്. എനിക്ക് അടുത്താഴ്ച നാട്ടിൽ പോകാനുള്ളതാ. അയ്യോ മതിയെന്ന്. എനിക്ക് എന്റെ ഉടുപ്പ് കീറി മനുഷ്യൻ. അയ്യോ ഇതൊരു തല്ലിപ്പൊടി ടോപ്പായിരുന്നെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ടോപ്പായിരുന്നു. കറുത്തായതുകൊണ്ട് പുള്ളി മുടി അത് ടോപ്പ് വെട്ടി. എവിടെയാടാ ഈ ഹോള്? തയ്ക്കാൻ പറ്റുമോ? തയ്ച്ചു കൂടെ വന്നേക്കണം. കഴിഞ്ഞോ കഴിഞ്ഞോ കഴിഞ്ഞോ? ഇനി എന്റെ ടീഷർട്ട് മുറിക്കരുത് മനുഷ്യ. ഞാൻ അടങ്ങി നിൽക്കാഞ്ഞിട്ടാണോ? കഴിഞ്ഞോ? എന്റെ അവസാനം ഇത് ബോബല്ലോ വല്ലതും ഉണ്ടോ? ഓക്കെ ഗൈസ്, ഇതാണ് എന്റെ റിസൾട്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇച്ചിരിയൊക്കെ മുടി വീണിട്ടുണ്ട്. ആഹാ, ഞങ്ങളുടെ ഹെയർ കട്ടിങ് സാലോൺ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നടക്കാറുള്ളത്. ഇതൊന്നും നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളല്ലാതായി പോകും. അതുകൊണ്ടാണ് കാണിച്ചത്. ഇതാരും വിചാരിക്കരുത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒട്ടുമല്ല. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്റെ തലമുടി ഇവളാണ് ട്രിമ്മർ വെച്ച് ട്രിം ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മുട്ടയാവാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തീരെ രക്ഷയില്ലാതെ കഴിയുമ്പോൾ ഞാൻ സലൂണിലേക്ക് പോയിട്ട് അവിടുന്ന് പറയും ഒന്ന് മുട്ട അടിച്ചേക്കാൻ. അപ്പം ആക്ച്വലി ഗൈസ് കുഴപ്പമില്ല കേട്ടോ. ഐ തിങ്ക് ഹി ഡിഡ് എ ഗുഡ് ജോബ്. ഇതെന്താ ഇവിടെ മാത്രം തള്ളി? പക്ഷെ അത് ഞാൻ പുള്ളിയെ കൊണ്ട് തോന്നുന്നു ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ഇച്ചിരി ഇങ്ങനെ തള്ളി നിൽപ്പുണ്ട് തോന്നുന്നു. അതുകൊണ്ട് നമ്മള് കുഴപ്പമില്ല, നൈസ് കേട്ടോ. ഞാൻ അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഹെയർ സ്മൂത്തിങ്ങിന് അല്ല സ്ട്രൈറ്റനിങ് അല്ല കെരാറ്റിന് പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ഈ ഭ്രാന്തൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൊടുത്തേക്ക്. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും ഞങ്ങളെ കമന്റ് ചെയ്ത് കൊല്ലരുത്, ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ സമാധാനം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ പുതിയ ഇതുപോലെ ലൊടുക്ക് വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.
ആണ് ആരും ഒന്നും പറയരുത്. അയ്യോ എന്റെ ദൈവമേ, എന്റെ മുടി അറിയാതെ വെട്ടിപ്പോയേ. അയ്യോ കർത്താവേ. ഈ ചീപ്പിന്റെ അകത്തൊന്നും സ്ഥലമില്ല മുടിയിലോട്ട് പിടിക്കാൻ, കാരണം ഇത്ര മുഴുവൻ മുട്ടി പിടിച്ചിരിക്കുക.